ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ്. തുടങ്ങുമ്പോൾ തന്നെ മുത്തശ്ശിനെയാണ് കാണിക്കുന്നത്. അതിന് നമ്മുടെ മുത്തശ്ശി പറയാണ്, നയനമോളെ ഒന്ന് പോയി കാണണ്ടേ, അവക്കാണെങ്കിൽ നിങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹമൊക്കെ ഉണ്ട്, അപ്പൊ ഒന്ന് പോയി കാണണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് പോയി കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഞാൻ എങ്ങനെയാ പോയി കാണുന്നത്, അങ്ങനെ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും, അതിനിപ്പോ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഞാന് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരാന്ന് മുത്തശ്ശി കേട്ടോ പറയുന്നത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ ആ മോളെ കണ്ടോളാം, എനിക്കും മോളെ കാണാൻ ആഗ്രഹമുണ്ട്, അവക്ക് എന്നോടുള്ള സ്നേഹം എന്തുമാത്രമാണെന്ന് എനിക്കറിയാം, അവളെ കാണാതെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, അവൾ അമ്പലത്തിൽ പോകുന്ന ദിവസം അമ്പലത്തിലോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുന്നതായിരിക്കും നല്ലത്, അപ്പൊ യാദർശികമായിട്ട് കാണാലോ, അപ്പൊ മോൾ അമ്പലത്തിൽ പോകുന്ന ദിവസം ഞാൻ പറയാം, അവൾ മിക്ക ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകാറുള്ളതാണല്ലോ, അപ്പൊ അവൾ അമ്പലത്തിൽ പോകുന്ന ദിവസം പറയാം, അപ്പൊ അമ്പലത്തിൽ ചെന്നാൽ അവളെ കാണാൻ പറ്റൂലോ എന്ന്. അപ്പൊ ഇത് കേട്ടത് മുത്തച്ഛനും ഭയങ്കര സന്തോഷമായി, നയനെ കാണാനുള്ള അതിയായ ഒരു ആഗ്രഹം മുത്തച്ഛനും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയെല്ലാം സെറ്റാക്കുകയാണ് നമ്മുടെ മുത്തശ്ശി കേട്ടോ. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അവന്തികയും അതുപോലെ തന്നെ അനിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അപ്പൊ അവന്തികയ്ക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയും കൂടെ ഒന്ന് കീഴടക്കണം, അവിടെ കയറി പറ്റണം. അപ്പൊ അതുകൊണ്ട് അനിയോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്, കംപ്ലീറ്റ് ചെയ്ത് പറയാണ്. അപ്പൊ അനിയോട് പറഞ്ഞപ്പോൾ അനിക്കാണെങ്കിൽ അനി പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ ഈ ഒരു എന്താ പറയുക MD ആകാനോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, മാത്രമല്ല നമുക്ക് ഇത്രയും ലോസ് ഉണ്ടായത് തന്നെ, ഇപ്പോഴും ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആദർശേട്ടൻ ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്, അപ്പൊ ആദർശേട്ടൻ ഇത് കൈമാറാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ എടുത്തു പിടിച്ചൊരു കൈമാറ്റം വേണോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ അനിയേട്ടനെ കൊണ്ട് സാധിക്കും ഇതൊക്കെ, അനിയേട്ടനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് ആരാ പറഞ്ഞു, അനിയേട്ടനെ കൊണ്ട് പറ്റും, നല്ല രീതിയിൽ തന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നോക്കാനും ഒക്കെ അനിയേട്ടനെ കൊണ്ട് പറ്റും. പിന്നെ ആകെ മൊത്തം നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു ചേഞ്ച് വരുത്തണം, അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചേഞ്ച് വരുത്താനാ? അത് പിന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലെ കുറച്ച് പുതിയ സ്റ്റാഫുകളെയൊക്കെ എടുക്കണം, അതുപോലെ ആദ്യത്തെ ഡിസൈനറെ മാറ്റി പുതിയ ഡിസൈനറെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഡിസൈനറെ മാറ്റാനോ? ഡിസൈനർ നയനയെടുത്തിയല്ലേ, അപ്പൊ നയനയെടുത്തിനെ മാറ്റി കഴിഞ്ഞാൽ നയന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ നിനക്ക്, അത്രയും നല്ല പേര് കേട്ട ഒരു സംരംഭമായി മാറിയത്, അതായത് നമ്മളെ ഒരു പാർട്ടായിട്ട് നിപ്പുണ്ടെങ്കിൽ നയന കളക്ഷൻസ് നിപ്പുണ്ടെങ്കിൽ അത് നയനയെടുത്തിയുടെ കഴിവാണെന്ന് പറഞ്ഞപ്പം ആ കഴിവിനിപ്പം വിലയില്ലാതെ പോയില്ലേ അനിയേട്ടാ, ഇനി ഇപ്പം അതിനെന്താ അനിയേട്ടാ വിലയുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ മാളവിക കളക്ഷൻസ് മുന്നേറിക്കൊണ്ടിരിക്കുക, അപ്പൊ ഈ നയന കളക്ഷൻസിന്റെ വിലയൊക്കെ പോയി, അതുകൊണ്ട് പുതിയൊരു ഡിസൈനറെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതെന്റെ ഒരു സജഷൻ മാത്രമാണ് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ സജഷൻസ് ഒക്കെ ശരിയാണ്, പക്ഷേ ഏട്ടത്തിയും ഏട്ടനും ഇല്ലാതെ അത് ശരിയാവത്തില്ല, നിനക്ക് അറിയത്തില്ല ജ്വല്ലറിയുടെ A to Z വരെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ആദർശേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കറിയത്തില്ലെന്ന് ആരാ പറഞ്ഞത്? സ്വന്തം ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ, അതെന്തിനാ അനി വെറുതെ? അനി ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിക്കേ, കാര്യങ്ങളൊക്കെ ഓക്കെ ആകും, അനിയെ കൊണ്ട് പറ്റും, ഇനിയിപ്പം സഹായിക്കാൻ വേണമെങ്കിൽ ഞാനും കൂടെ നിൽക്കാം, എനിക്കും ഈ ജ്വല്ലറിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ, ഞാനും പഠിച്ചതൊക്കെ തന്നെയല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ സെറ്റ് ആക്കാം, ഞാനും വേണമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹെൽപ്പൊക്കെ ചെയ്തോ, അതൊക്കെ ശരിയാണ്, പക്ഷെ ആദർശേട്ടന്റെ സ്ഥാനം ആദർശേട്ടന് തന്നെ ആയിരിക്കും എന്നും, ആ ഒരു സ്ഥാനം ഞാൻ ഒരിക്കലും ആർക്കും കൊടുക്കില്ല, എനിക്ക് പോലും ആ സ്ഥാനം വേണ്ട, ആദർശേട്ടനോടുള്ള തെറ്റിദ്ധാരണ ഉണ്ടല്ലോ മുത്തച്ഛന്റെ, അതൊക്കെ നീക്കം ചെയ്ത് അതൊക്കെ മാറിയിട്ട് ആദർശേട്ടൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും പഴയ ആ ഒരു മറ്റേ തിടമ്പെടുപ്പോട് കൂടി തന്നെ ആയിരിക്കും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി നിലകൊള്ളുക, അതെനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ആദർശേട്ടനും നയനയിടത്തെയൊക്കെ വിട്ടൊരു ലോകം, അവരുടെ ലോകത്തിൽ നിൽക്കാതെ എന്തിനാ അനിയേട്ടാ അങ്ങനെ അവരുടെ ലോകത്ത് നിൽക്കുന്നത്? അവര് ഏട്ടനും ഏടത്തിയൊക്കെ ആയിരിക്കാം, പക്ഷെ ബിസിനസ് തന്നെയാ. മുത്തശ്ശൻ എപ്പോഴും പറയാറില്ലേ, ബിസിനസിന്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ബന്ധുക്കൾക്ക് ബന്ധുക്കളുടേതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തിനാ വെറുതെ അവിടെയും ഇവിടെയും ഒക്കെ നിന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ജ്വല്ലറിക്ക് ഒരു ചീത്തപ്പേര്, അല്ലെങ്കിൽ മുത്തശ്ശൻ ഇത്രയും നാള് പടുത്തുയർത്തിക്കൊണ്ട് വന്ന ജ്വല്ലറിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവന്തിക, ഞാൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കും, ഉടനെ തന്നെ നയനടുത്ത് ആദർശേട്ടൻ ഇവിടെ തിരിച്ചു വരും, അതിനുവേണ്ടിയുള്ള പ്രയത്നം എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ അവന്തിക നല്ല രീതിയിൽ തന്നെ അനിയെ മുറിവേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആദർശനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പഠിച്ച പണി 18 ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനിയെ. പക്ഷെ അതിന് വിപരീതമായിട്ട് എങ്ങനെയെങ്കിലും ആദർശനെയും
അനിയെയും തമ്മിൽ തെറ്റിക്കാനും നയനയും തമ്മിൽ തെറ്റിക്കാനും ഒക്കെ ഉള്ള കുറെ പ്ലാനുകളാണ് അവന്തിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വക്കീലും അതിനോടൊപ്പം തന്നെ അനാമികയും അനാമികയുടെ അച്ഛനും ഒക്കെ കാണുകയാണ്. അപ്പം വക്കീലിനെ അറിയാലോ നിങ്ങൾക്ക്, ഞാൻ പ്രത്യേകിച്ച് വക്കീൽ സാറിന് ഇനിയിപ്പോ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം വക്കീലാണല്ലോ ഇപ്പൊ നമ്മുടെ നന്ദുവിന്റെ താരം. അപ്പം എങ്ങനെയെങ്കിലും അനിയെയും അനാമികനെ ഒന്ന് ഒന്നിപ്പിക്കണം. അനിയെയും അനാമികനെ ഒന്നിപ്പിച്ചാൽ മാത്രമേ വക്കീലിന് നമ്മുടെ നന്ദുവിനെ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അനാമികയും അനാമികയുടെ അച്ഛനും കൂടെ സംസാരിക്കുകയാണ് വക്കീലിനോട്. അപ്പം വക്കീലിനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ മേടിച്ച് തരണം, ഞങ്ങളിപ്പോ ആകപ്പാടെ കഷ്ടത്തില. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ മൂർത്തി സാർ തല്ലി എന്നൊക്കെ ഓർത്ത് ഒരു പ്രശ്നമില്ല, അത് അദ്ദേഹമല്ലേ തല്ലിയത്, അതൊക്കെ ഞാനങ്ങ് ഉപേക്ഷിച്ചു, അതൊക്കെ ഞാനങ്ങ് മറന്നു, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ഓർക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ വക്കീല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കണമെങ്കിൽ അത് അനാമിക വിചാരിക്കണം, കുറച്ചൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം, അനിയുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോകണമെന്ന് തന്നെ പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വേണു പറയുന്നുണ്ട്, അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് വക്കീൽ സാറ് എന്റെ മോളെ വട്ടം കറക്കിയില്ലേ കോടതിയിലിട്ട്, അതുപോലെ എന്റെ പൊന്നു വക്കീൽ സാറ് എന്റെ മോളെ കോടതിയിലിട്ട് വട്ടം കറക്കാതിരുന്നാ മതി. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ അത്രയ്ക്ക് നിസ്സഹായാവസ്ഥയില ജീവിക്കുന്നത്, എങ്ങനെയെങ്കിലും ജീവിച്ചു പോണം, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ വേണം, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പിൽ, അല്ലാതെ ആരെ തോൽപ്പിക്കണമെന്നോ തോൽപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും നേടണമെന്നോ ഒന്നും ഞങ്ങളുടെ മനസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മോളെ കുരുക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചേക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞാൻ ഏറ്റു, ആ കാര്യം ഞാൻ ഏറ്റു, അതോർത്ത് പേടിക്കുമൊന്നും വേണ്ട, ഉറപ്പായിട്ടും വക്കീലും അതുപോലെ കോടതിയിൽ വേറെ വലിയ ഒരു വാദമൊന്നും കാണത്തില്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം പിരിയുന്നതിന് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അത് അനാമികയും അനിയും മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ വേറെ ആരും ഒത്തിരി വക്കീലന്മാരോ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ആൾക്കാരോ ഒന്നും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ വക്കീൽ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, മോളെ പിടിച്ചോണം, എങ്ങനെയെങ്കിലും നമ്മൾ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്, ഇനി ഒരിക്കലും നമുക്ക് ഈ ഒരു ചാൻസ് വന്ന് ചേരത്തില്ല, അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പിടിച്ച് സെറ്റ് ആക്കിക്കോണം എന്നൊക്കെ പറയാം. അപ്പൊ ഇത് കേട്ടിട്ട് അനാമിക പറയുന്നുണ്ട്, ഏതായാലും ഞാൻ പണ്ടത്തെ പോലത്തെ മണ്ടത്തരമൊന്നും കാണിക്കാൻ നിൽക്കത്തില്ല, എനിക്കിപ്പം വേറൊന്നുമല്ല, പൈസ വേണം, അത് തന്നെയാണ് എന്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വക്കീൽ സാറിന്, അപ്പൊ വക്കീല് മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ അനി, ഏതായാലും ഈ ചെയ്യുന്നത് മോശമാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നോട് ആത്മാർത്ഥത കാണിക്കാത്ത പക്ഷെ ഞാൻ നിന്നോട് ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമില്ലല്ലോ, നീ എന്നോട് ആത്മാർത്ഥത കാണിക്കുന്നല്ലോ, പിന്നല്ലേ ഞാൻ നിന്നോട് ആത്മാർത്ഥത കാണിക്കേണ്ടത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വക്കീൽ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അനിയും വക്കീലും തമ്മിലുള്ളൊരു കോൾ സംഭാഷണമാണ് കേട്ടോ. അപ്പം അനിയും വക്കീലും കൂടെ സംസാരിക്കുന്നുണ്ട്, അതായത് നമ്മുടെ അനി ഓർത്തിരിക്കുന്ന ഇതുപോലത്തെ ഉള്ള കുരുമാലുകളും ഒന്നും നമ്മുടെ അനിക്ക് വേണ്ടി വക്കീൽ ചെയ്യില്ല എന്നുണ്ട്. വക്കീലിനോട് വലിയ ദേഷ്യമൊന്നും ഇല്ല അനിക്ക് തന്റെ പെണ്ണിനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി മാത്രം. അപ്പൊ ഇതേ സമയം നമ്മുടെ വക്കീലും അതുപോലെ നന്ദുവും കൂടി ഒരു ചെറിയൊരു പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ അനിയെ വിളിച്ചു പറയാ, നന്ദു വിളിച്ചു പറയാ. അപ്പം അനി ഇത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥത ഇളവാക്കുകയാണ്. അതെന്തിനാണ് നിങ്ങൾ തമ്മിൽ തന്നെ ഒരു പാർട്ടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അത് പിന്നെ എന്റെ കേസിലും വക്കീലിന്റെ കേസിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്താണ്, അനിയും കൂടെ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ സമയമില്ല വരാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ തൻ സംസാരിക്കണം എന്നൊക്കെ ഓർത്തിരുന്നതാണ്, അപ്പൊ അതിന് പറ്റാത്ത പക്ഷം എനിക്കിപ്പോ അങ്ങോട്ടേക്ക് വരാൻ സമയമില്ല എന്നിങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ വക്കീൽ ഈ കാര്യം അനിയോട് പറഞ്ഞിട്ടുമില്ല. അപ്പം അനിക്ക് വക്കീലിനോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് വക്കീൽ മീൻസ് നവീനാണ് കേട്ടോ, ഞാൻ ഈ വക്കീൽ എന്ന് ഉദ്ദേശിച്ചത് നവീനെയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ നയനയും മുത്തശ്ശനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. അങ്ങനെ ക്ഷേത്രത്തില് നയന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ വരികയാണ്. തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്യുന്ന ഓരോ പദ്ധതികളും പരിപാടികളും ഒക്കെയാണ്. അങ്ങനെ അവിടെ ഒരു എന്തോ കമ്മിറ്റിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. ആദർശനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കണ്ട, ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം എന്തിനാണ് എന്ന് എനിക്കറിയാം, അത് എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ, ഒരു സ്ഥലത്തും കൊട്ടി ഘോഷിക്കുന്നില്ല എന്ന് ആ കമ്മിറ്റിക്കാരനോട് പറഞ്ഞിട്ടാണ് അകത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ കയറി പോകുന്നത്. ഈ സമയത്താണെങ്കിൽ എന്റെ ആദർശേട്ടന് ആപത്തൊന്നും വരുത്തരുത്, മുത്തശ്ശനോ ഞങ്ങളോടുള്ള ആ ഒരു സമീപനം അത് പഴയ രീതിയിൽ തന്നെ ആകണം, ഞങ്ങൾക്ക് അനന്തപുരി തറവാട്ടിലേക്ക് കയറാൻ സാധിക്കണം, എന്റെ കുഞ്ഞ് അനന്തപുരി തറവാട്ടിൽ വേണം തന്നെ പിറക്കാൻ എന്നൊക്കെ ഇങ്ങനെ നയന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നയന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ചെന്നു. മുത്തശ്ശനെ കണ്ടോടനെ തന്നെ നയന സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഏതായാലും ഈ ഒരു സമയത്ത് നയന എന്ത് ചെയ്യുന്നു, നയന അവിടെ എന്തോ ഒന്നിൽ തട്ടിയിട്ട് തല കറങ്ങി അങ്ങ് വീഴാണ്. അവിടെ നിന്ന് നമ്മുടെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ.
മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ നേരെ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാണ് നമ്മുടെ നയനയുടെ ബോധം തെളിയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് എന്നിങ്ങനെ നയന ചോദിക്കുമ്പം ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അമ്പലത്തിൽ യാദൃശ്ചികമായിട്ട് വന്നപ്പം നീ അവിടെ തലകറങ്ങി വീഴുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിന് വല്ലാത്ത സന്തോഷം നയനയ്ക്ക് തോന്നുന്നു. പക്ഷെ ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന രീതിയിലാണ് മുത്തച്ഛൻ സംസാരിക്കുന്നത്. നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ദയോ കാരുണ്യോ അങ്ങനെയൊന്നുമില്ല. ആദർശനെ ഞാനിപ്പോ കാണുന്നത് ശത്രുവായിട്ടൊന്നും അല്ലെങ്കിൽ പോലും അവന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടിയെടുക്കാനുള്ള കഴിവില്ലാത്തൊരു കഴിവ് കെട്ടവനായിട്ടാണ് കാണുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ അവൻ കഴിവുള്ളവനാണെന്ന് അവൻ തന്നെ തെളിയിക്കണം. അല്ലാതെ ഒരിക്കലും ഇതിൽ നിന്നൊരു മാറ്റം സംഭവിക്കില്ല. നയനെ, നിന്നോടും എനിക്കിപ്പോ ദേഷ്യം തന്നെയാണ്, വെറുപ്പല്ല, ദേഷ്യമാണ്. ആ ദേഷ്യത്തിന്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ നിന്റെ ഭർത്താവിന്റെ കൂടെ ഇറങ്ങിപ്പോയി, അത് വേറെ കാര്യം. നീ നിന്റെ ഭർത്താവിനെ പറഞ്ഞ് തിരുത്തുക, അത് നീയാണ് നോക്കേണ്ടത്. ഏതായാലും എന്റെ ദേഷ്യം അത് മനസ്സിൽ തന്നെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് മുത്തച്ഛൻ അവിടുന്ന് പോയിട്ട്, ഞാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു വിടാം, എനിക്ക് ഇവിടെ ഇരിക്കാൻ തീരെ താല്പര്യമില്ല, എനിക്ക് ആദർശന്റെ ഭാര്യയുടെ അടുത്തിരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവഗണിച്ച് നമ്മുടെ മുത്തച്ഛൻ ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഏതായാലും എനിക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം. ഇതിപ്പോ സത്യമാണോ, സത്യം ഏതാണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. മുത്തച്ഛൻ എന്നോട് സ്നേഹമുണ്ട് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നയനയ്ക്ക് തോന്നുകയാണ് മുത്തച്ഛൻ വലിയൊരു കഠിന ഹൃദയം ഉള്ളവനാണെന്നൊക്കെ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നമ്മുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷം അവസാനിക്കുന്നത്. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മൾ ഡെയിലി മാക്സിമം ഇനി ശ്രമിക്കാട്ടോ കഥയൊക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ്, അത് കമന്റ് സെക്ഷനിലാണ് ഉള്ളത്. അവിടെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് കമന്റ് ഇടാനും ആരും മറക്കരുത് കേട്ടോ. അപ്പൊ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നതായിരിക്കും, എടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.